മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയി പേരെടുത്ത ബിഗ് ബോസ് മലയാളം മറ്റൊരു സീസണുമായി എത്താനൊരുങ്ങുകയാണ്. ഈ വർഷം ആദ്യ പകുതിയിൽ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ശരിവെച്ച് ഇപ്പോഴിതാ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപനം എത്തിയതോടെ അവതാരകനായി ലാലേട്ടൻ എത്തുമോ എന്ന ആശങ്കയ്ക്കും വിരാമമാവുകയാണ്. കഴിഞ്ഞ വർഷം മറ്റു ഭാഷകളിലെല്ലാം ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് ഉണ്ടായിരുന്നെങ്കിലും മലയാളത്തിലുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് സീസൺ 7 ലോഗോ ഔദ്യോഗികമായി ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു. ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ള എല്ലും മറുവശത്ത് സീസണിനെ സൂചിപ്പിക്കുന്ന 7ഉം ചേർത്ത് മനോഹരവും നൂതനവുമായ രീതിയിലാണ് പുതിയ പതിപ്പിൽ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത്. നടുവിലുള്ള ഡിസൈനിങ്ങിന് ഒരേ സമയം കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യമുണ്ട്. നിയോൺ ലൈറ്റിംഗ് നിറങ്ങൾ കൂടി ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഈ ലോഗോ പ്രോഗ്രാമിൻ്റെ ഊർജ്ജസ്വലതയെയും ചലനാത്മകതയുമാണ് സൂചിപ്പിക്കുന്നത്. കണ്ണിനെ വലയം ചെയ്തിരിക്കുന്ന വരകൾ കണ്ണിൻ്റെ ഐറിസിനോടേറെ സാമ്യമുള്ളതാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണിന് ചുറ്റും 7 ചിഹ്നങ്ങൾ കൂടി കാണാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറക്കാർ പുറത്തുവിട്ടില്ലെങ്കിലും സീസണിൻ്റെ തീമിനെ സംബന്ധിച്ചുള്ള 7ആണിതെന്നും ഈ 7ൻ്റെ അർത്ഥം വരുന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാക്കുമെന്നും ബിഗ് ബോസ് ടീം അറിയിച്ചു. പരേതനായ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി, ഷൺമുഖദാസ് ജെ എന്ന ദാസേട്ടൻ കോഴിക്കോട്, സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യങ്ങളായ LGBTQ അംഗങ്ങൾ ജാസി, ആദില, നൂറ എന്നിവരും ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മത്സരാർത്ഥി പട്ടികയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. മെൻ്റലിസ്റ്റ് അജ്മൽ, അവതാരകനായ രോഹൻ ലോന, മല്ലു ഫാമിലി അംഗം സുജിത്ത്, വ്ളോഗർ പ്രണവ് കൊച്ചു എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട്.